ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ. 2025 മിക്ക ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അല്ലെ. എല്ലാ ഗ്രഹങ്ങളും വ്യാഴം രാശി മാറുന്നുണ്ട്, ശനി രാശി മാറി, അതുപോലെ തന്നെ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട്. പിന്നെ മറ്റു ഗ്രഹങ്ങൾ കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് 4 പേരും രാശി മാറുന്നുണ്ട്. ഇതിന്റെ എല്ലാം തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ, മൊത്തത്തില് വ്യാഴവും ശനിയും രാഹുവും കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഗ്നം ഒക്കെ, രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ്. നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല, രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ. നമുക്ക് വളരെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് ഇതെന്ന് കേട്ടോ. ഒരു വീഡിയോയുടെയെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്ന നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ. കുംഭരാശി. അവിട്ടമര, ചതയം, പൂരുട്ടാതി, മുക്കാട്, കുന്തം 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം അല്ലെ. കുംഭരാശിയെ സംബന്ധിച്ചുള്ള ഫലമാണ് നോക്കുക. നമുക്കറിയാം മാർച്ച് 29 ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു കുംഭരാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക്. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്നൊരു ഫാലം നമ്മുടെ അടുത്ത് നിന്ന് മാറിയേക്കാണ്. നമ്മൾ ആ ഫാലം അങ്ങ് ഇറക്കി മാറ്റി കൊടുത്തേക്കുവാണ്. ഓക്കെ, ഇത്ര നാളെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നല്ലൊരു വെയിറ്റ്, ശനി എന്ന് പറയുന്ന ഒരു വലിയ വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരുന്നാണ്ടിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് മാറി. ഓക്കെ, ശനി തലയ്ക്ക് മുകളിൽ നിന്ന് മാറി. ഓക്കെ, ശനി ഇപ്പൊ നിൽക്കുക 2-ലാണ്. അതുപോലെ വ്യാഴം എന്ന് പറയുന്നത് മെയ് 14 ഇടവത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറി. ഓക്കെ, അതായത് 5-ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം നിൽക്കുക എന്ന് പറയാം. അതുപോലെ രാഹു കേതുക്കള് മെയ് 18 രാശി മാറുന്നുണ്ട് അല്ലെ, മാറി. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുംഭക്കാർക്ക് മീനത്തിൽ നിന്ന് കുംഭരാശിയിലേക്കാണ് രാഹു വന്നത്. അതുപോലെ തന്നെ കേതു എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വന്നേക്കണേ, കന്നിയിൽ നിന്നും ചിങ്ങരാശിയിലേക്കാണ് വന്നേക്കണേ. ഓക്കെ, 7-ാം ഭാവത്തിലാണ് കേതു നിൽക്കുക. ജന്മത്തെ രാഹു 7-ല് കേതു നിൽക്കുന്ന സമയമാണ്. അപ്പം ആളുകൾ ചോദിക്കും, ഓട്ടോമാറ്റിക്കലി ശനി മാറി, അപ്പം രാഹു വന്നില്ലേ? പക്ഷെ ശനിയുടെ കയറി നിൽക്കുന്ന ഫാരം ഇല്ലല്ലോ രാഹുവിന്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ മറ്റു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ശനിയുടെയും രാഹുവിന്റെയും മാറ്റത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമോ? പൊതുവെ നോക്കിക്കഴിഞ്ഞ ഈ ഒരു വർഷക്കാലത്ത് എന്തെങ്കിലുമൊക്കെ നന്മകൾ നടക്കുമോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാവും. ഓക്കെ, കൃത്യമായിട്ടുള്ള നന്മകൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലായാലും നല്ല കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ സമാധാനം നമ്മുടെ ശനി മാറുന്നത് തന്നെയാണ്. ശനി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് മാറുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുംഭൻ രാശിയിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. വ്യാഴം എന്ന് പറയുന്നത് മിഥുനം രാശിയിലാണ് നിൽക്കുക അല്ലെ. മിഥുനത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് വ്യാഴം നിൽക്കുന്ന പൊസിഷനിൽ 9-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കുംഭമാണ്. ഇപ്പൊ കുംഭത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറെ കാലം നിൽക്കും. രാഹു നൽകുന്ന കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ മാറും. സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുരോഗതി പറയാം, അല്ലെങ്കിൽ സാമ്പത്തിക വരവ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. കുടുംബത്തിൽ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും ചോദിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാൻ ടൈമാണ്. ജോബ് കിട്ടുമെന്ന് ചോദിച്ചാൽ ജോബ് കിട്ടാനുള്ള സമയമാണ്. അതുപോലെ തന്നെ കടങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കടങ്ങൾ കുറയുന്ന സമയമാണ്. ഭാഗ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഭാഗ്യത്തെ നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ഭാഗ്യം ഉണ്ട്, ഇല്ലാതില്ല. ഭാഗ്യക്കേട് എന്ന് പറയാനില്ല. ഭാഗ്യം ഉണ്ട് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, എന്നാലും ഫേവർ ആണ് ഈ കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ വെച്ചാൽ ബന്ധുക്കളുമായിട്ട് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു കലഹങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ആരോഗ്യ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു പരിഹാരം കിട്ടുന്നതുകൊണ്ടാണ് സോൾവ് ആവുമെന്ന് പറയണത്. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ബിലീവ് ചെയ്യുക, നല്ലത് നടക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവാം. അതുപോലെ അനാവശ്യമായ ചിന്തകൾ, അനാവശ്യമായ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. ആ കൺഫ്യൂഷൻ തിങ്കിങ് വരുമ്പോൾ നമുക്ക് ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിക്കുക, ഇഷ്ടദേവന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാമങ്ങൾ, കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക. ഒക്കെ ചെയ്യുന്നതോടെ നമുക്ക് കുറച്ച്, അതായത് നമുക്ക് ഒരു തെറ്റ് വരും, അയ്യോ എനിക്ക് തെറ്റ് പറ്റിയില്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കാതെ ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ മിസ്റ്റേക്ക് പറ്റുക, അതിൽ നിന്ന് പഠിക്കുക. ഓക്കെ, നമ്മളൊരു വൺസ് ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുക, ലേൺ ഫ്രം ഇറ്റ്, അതിൽ നിന്ന് ലേൺ ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ
നമുക്ക് മിസ്റ്റേക്കിൽ നിന്ന് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകാൻ സാധിക്കും. കാരണം വീണ്ടും ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, നമ്മൾ ലേൺ ചെയ്തില്ലെങ്കിൽ വീണ്ടും ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ലേൺ ചെയ്യുക. അതിപ്പോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോ തൊഴിൽ സംബന്ധമായിരിക്കും എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു തവണ പറ്റിയ മിസ്റ്റേക്ക് പിന്നീട് പറ്റില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ അത് ഏറ്റെടുക്കുക, സ്വയം ഏറ്റെടുത്ത് അതിന് എന്താണ് അപ്പൊ അതിന്റെ പരിഹാരം എന്താണ് അത് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ചെയ്തില്ല വേറൊരാളുടെ പേരിൽ അല്ല അവൻ കാരണമാണ് ഞാൻ തോറ്റല്ല, അവൻ കാരണമാണ് എന്റെ തൊഴിൽ നഷ്ടം വന്നത്, കൃത്യമായി മനസ്സിലാക്കുക ആര് കാരണം. നമുക്ക് നമ്മൾ ഡ്യൂട്ടി കാണിച്ച എന്തെങ്കിലും തെറ്റായ കാരണമാണ് നമ്മൾ ജോലിയിൽ വിട്ടതും പിരിച്ചു വിട്ടത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോക്കാൻ കാരണം ഞാൻ കാരണമാണോ, ഞാൻ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അല്ലാതെ അതിന് വേറൊരാളുടെ മേലിൽ പരി വെക്കാതെ കൃത്യമായിട്ട് ആ പരി നമ്മൾ തന്നെ ഏൽക്കുക. നമ്മൾ കാരണമായെങ്കിൽ നമ്മൾ തന്നെ ഏൽക്കുക. സോ അത് ഏറ്റു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഈ മിസ്റ്റേക്ക് ചെയ്തു, അപ്പൊ എന്താണ് ഈ മിസ്റ്റേക്ക് ഇനി ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, എനിക്ക് കാര്യം മനസ്സിലായി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഗ്രോത്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നല്ല കാര്യം ബിലീവ് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ നടക്കും. എപ്പോഴും കഷ്ടകാലങ്ങൾ മാത്രം നടക്കുന്ന സമയമല്ല കുംഭരാശിക്കാർക്ക്. നമ്മൾ പരിശ്രമിച്ചാൽ, നമ്മൾ ട്രൈ ചെയ്താൽ, നമ്മളെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. കുറച്ച് ഡിലേ ആയിട്ട് അതിന് റിസൾട്ട് കിട്ടും. ഓക്കെ, അതിന് വരെ വിഷമിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ നോളജും കൂടി ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ നമ്മുടെ നോളജ് രീതികൾ ഗെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ള ആരെ വേദനിപ്പിക്കാത്ത രീതിയിൽ തന്നെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ കാര്യം ഫോക്കസ് ചെയ്യാം. ആ കാര്യം നോക്കുന്നവർക്കൊക്കെ നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതിനൊക്കെ ഫേവറാണ്. വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ ശ്രമിക്കാം. പക്ഷെ കാലതാമസം ഉണ്ടാവും, പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നുമില്ല. പക്ഷെ പെട്ടെന്ന് വാങ്ങിയാൽ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ലോൺ എടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ കടങ്ങളൊക്കെ എടുക്കേണ്ട അവസ്ഥ വരാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വാങ്ങാനൊക്കെ സാധിക്കും കേട്ടോ. വിഷമിക്കുന്നുണ്ട്, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫല ലഗ്നഫലം എന്ന് പറയുക കേട്ടോ. രണ്ടിനും കൂടി അനുസരിതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിന് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവര് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരുടെയും വേണ്ടിയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ എന്താണ് ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല. കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എടുക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറയാനുണ്ട്, നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കണക്ട് ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും. അത് എഴുതിയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവാണ്, നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ. നമുക്കൊരു നല്ല ഫലം ടൈമാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ കേട്ടോ. അതുപോലെ നമ്മുടെ ഇപ്പൊ ദശ ഏതാണ്, നമുക്കിപ്പോ നടക്കുന്ന അപകാരം ഏതാണ്, നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക് കൂടി ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ. പിന്നെ നല്ലത് പ്രതീക്ഷിക്കുക. നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വേറൊരാൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, നമ്മളിലേക്ക് അത് പരിഹരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് പറയുക.
ഇപ്പൊ അത് മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവുമല്ല. ബിലീവ് ചെയ്യുക, പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മെയ് 18 മെയ് 25 നമ്മുടെ മില്ലിയനർ സക്സസ് മന്ത്രയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. മെയ് 18 നടക്കുന്നതെന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, മില്ലിയനർ സക്സസ് മന്ത്രയുടെ നമ്മളിപ്പോ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു 10 ബാച്ചായി എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് എന്താണ് 10ാമത്തെ ബാച്ചാണ് മില്ലിയനർ സക്സസ് മന്ത്രയുടെ. അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഇനി അല്ല മെയ് 25 അതിന്റെ അഡ്വാൻസ് കോഴ്സ്, ഓക്കെ, അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ, പവേഴ്സ് ക്ലബിൽ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വരുമാനം ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് അതെന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. കാരണം ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട്. ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ്. കാരണം നമുക്ക് ടൈം ഒന്ന് അലോക്കേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടിപ്പോ 1-2 ക്ലാസ്സും കൂടി ആയിരിക്കും ലൈവായിട്ട് നടത്തുള്ളൂ. ബാക്കി മൊത്തം റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. സോ റെക്കോർഡിംഗ് ഒരിക്കലും നമ്മുടെ ലൈവ് ക്ലാസിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ലൈവ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന്, ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല. ഓക്കെ, റെക്കോർഡിംഗ് ആകുമ്പോൾ ഞാനൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മില്ലിയനർ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. മെയ് 25 വെബിനാറില്ല, മെയ് 25 നടക്കുന്ന മില്ലിയനർ സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ പെയ്ഡ് വെബിനാറിൽ ജോയിൻ ചെയ്തവർ അതിന്റെ ബെനിഫിറ്റ് അറിയാം. അവരതിന്റെ ടെസ്റ്റിമോണീസ് ഒക്കെ നന്നായി തന്നിട്ടുണ്ട്. സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണമെന്ന് നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ അഫർമേഷൻ കിട്ടിയോന്ന് വിചാരിച്ചതല്ല, അതെങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് 25 പഠിപ്പിക്കുന്നുണ്ട്. സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ പവേഴ്സ് ക്ലബ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സ് ഒക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ്. നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ 1 വീക്ക് ടൈം എടുത്താലും ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്ട് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാര കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്തിടാവുന്നതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം 1 വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പ്രഡിക്ഷൻ ആയാലും ഒരു ട്രാൻസ്ലേറ്റ് പ്രഡിക്ഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ, മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രഡിക്ഷൻസ് എഴുതി ചെയ്യണം. ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകലെന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളോട് പറയാൻ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയാൻ കാരണം നിങ്ങൾ തരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.